സമയത്രടാ? സമയം എന്തിനാടാ സമയം നോക്കണേ? ദേണ്ട 12:30 വണ്ടി വരെയല്ലേ? എന്ത്? നീ ഇങ്ങോട്ട് വാ. നമുക്കേ ആ ശ്രീകുമാരനെ ഒന്ന് ആക്കി വിട്ടാല. അയ്യോ പാവം, വിട്ടുകളാടാ. നീ ഉമ്മാരിയടാ. ഡേ ശ്രീകുമാരിയേ, ഒന്ന് നിന്നേ. ഒന്ന് നിക്ക് ശ്രീകുമാരി. എന്താ? അതേ, ഇത്തവണ വായനശാലയുടെ വാർഷികത്തിനേ വീട്ടമ്മമാരുടെ കൂട്ടയോട്ട മത്സരം പ്ലാൻ ചെയ്തിട്ടുണ്ട്. പേര് കൊടുക്കട്ടെ? പിന്നെന്താ, നല്ല കാര്യല്ലേ. ഇവനൊക്കെ എന്തിനാടാ മീശയും വെച്ച് നടക്കുന്നത്? നോക്കണം. അല്ല രമേശ, ഒരു സംശയം. എന്നെ ഉൾപ്പെടുത്താൻ ഇവിടുത്തെ വീട്ടമ്മമാരെ സമ്മതിക്കോ? സമ്മതിക്കോന്നാ? അല്ലെങ്കിൽ തന്നെ കുടുംബശ്രീ നടത്തുന്ന എല്ലാ മത്സരങ്ങൾക്കും ശ്രീകുമാരിക്ക് തന്നെയല്ലേ ഫസ്റ്റ് പ്രൈസ്? എങ്കിൽ പിന്നെ ഉഷാറാവും. ഉമ്മുമോനെ റൗക്കിടം കൊടുപ്പിക്കുന്നതാ. ഇത്ര ഉഷാറാവും ഞാൻ വിചാരിച്ചില്ല. വാർഷികം നമുക്ക് കലക്കണ്ടേ? കലക്കണം. വേദനിച്ചാടെ. ലഞ്ച് ബ്രേക്ക് കഴിഞ്ഞ് വന്നിട്ടേ ആ കൗണ്ടറിൽ പേ ചെയ്താൽ മതി. ശരി. എന്താ സുജയ്, ശ്രീകുമാർ എത്തിയില്ലേ? നിങ്ങൾ കഴിച്ചോ? ശ്രീയേട്ടൻ വന്നോളൂ. ശ്രീകുമാറിന്റെ ഉണക്കച്ചെമ്മീൻ ചമ്മതി ഇല്ലാതെ എന്തൂണ് വരുവെന്നുറപ്പുണ്ട. ഞാൻ വെയിറ്റ് ചെയ്യും. സുജയ്, ശ്രീകുമാറിനെ കാണുന്നില്ലല്ലോ. നിങ്ങൾ കഴിച്ചോ? എന്തായാലും സുജ ഭാഗ്യവതിയാ. ശ്രീകുമാർ എന്ത് വെച്ചാലും നല്ല രുചിയല്ലേ. വീട്ടുജോലി എടുക്കുന്ന ഭർത്താവിനെ കിട്ടാനും യോഗം ചെയ്യണം. എന്റെ വീട്ടിലും ഉണ്ടൊരുത്തി. ഒരു നുള്ള പഞ്ചാര ഇട്ട് തന്നാൽ തന്നെ ചവർപ്പ് കാരണം വായി വെക്കാൻ പറ്റിയ. ഞാൻ ശ്രീയേട്ടനെ ഒന്ന് നോക്കിട്ട് വരട്ടെ. അതെ, ഈ അടുക്കളപ്പണിക്ക് ആളെ വെക്കുമ്പോ നോക്കിയും കണ്ടും വെച്ചില്ലെങ്കിൽ ശ്രീകുമാർ സുജയെ അടിച്ചോണ്ട് പോയ പോലെ വീട്ടിലെ പെമ്പിള്ളേരെ അടിച്ചോണ്ട് പാചകക്കാരങ്ങ് പോകും. വെറുതെ അറിയാത്ത കാര്യം പറയല്ലേ മാധവ. സത്യം, നീ പച്ച സത്യം. എന്താ ശ്രീയേട്ട ഇത്ര ലേറ്റ് ആയത്? സോറി, കുറച്ച് ലേറ്റ് ആയി. ചെമ്മീൻ ചമ്മന്തി ഇല്ലാതെ ചോറ് ഇറങ്ങില്ല എന്ന് പറഞ്ഞ് എല്ലാരും വെയിറ്റ് ചെയ്തിരിക്കുക. ആണോ? എന്നാ പിടിച്ചോ. സോറി, കുറച്ച് വൈകി പോയി. വേറൊന്നും അല്ലട്ടോ, ശാന്തമ്മയുടെ തീയിലെടുക്കാൻ മറന്നതാ. എന്നിട്ട് രണ്ടാമത് തിരിച്ച് ചവിട്ടേണ്ടി വന്നു. കൂട്ടി നോക്കിയിട്ട് എങ്ങനെയാണെന്ന് പറയണം. എടി നീ ഇരിക്കടി. ശ്രീയേട്ടനും ഇരിക്കേ, എല്ലാവരും ആവശ്യത്തിന് എടുത്ത് കഴിച്ചോളൂ. ഇതൊക്കെ ഉണ്ടാക്കുന്നതിലല്ലടി, ഈ വിളമ്പുമ്പോൾ ഒരു സന്തോഷമില്ലേ. ഈ ഉണക്കച്ചെമ്മീൻ ചമ്മന്തിയുടെ കൂട്ടാ എനിക്ക് മനസ്സിലാവാത്തത്. അതൊക്കെ മനസ്സിലാക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാ മാധവ. അത് അറബിയിലെ ഇതിനെ ക്രിയേറ്റിവിറ്റി എന്ന് പറയും. അത് പഠിച്ചെടുക്കാൻ ലോകത്തൊരു സ്കൂളില്ല. ഈ ക്രിയേറ്റിവിറ്റിയുടെ കാര്യം പറഞ്ഞപ്പോഴാ ശ്രീകുമാർ ഇപ്പൊ കവിത എഴുതാറില്ലേ? ഉവ്വല്ലോ, ഇത്തവണ 1-2 ഞങ്ങൾ സാഹിത്യ അക്കാദമിയിലേക്ക് അയച്ചിട്ടുണ്ട്. എടി എന്നെ കളിയാക്കാനല്ല, നിനക്ക് വേറെ എന്തറിയാം? അതെ, ഈ ക്രിയാത്മകമായിട്ട് പാചകം ചെയ്യുന്ന എല്ലാരും തന്നെ ജന്മന കവികളായിരിക്കും. ഞാൻ എഴുതിയ കൂട്ടുകറിയിലെ മധുരം രമണി വായിച്ചിട്ടില്ലേ? അയ്യോ ഇല്ലല്ലോ. ഇല്ലേ? എരിശ്ശേരിയിൽ വിരിഞ്ഞ പ്രണയം എവിടെ? ശാന്തമ്മ പണ്ട് വായിക്കായിരുന്നല്ലോ. പ്രായമായില്ലേ ശ്രീകുമാർ? അതും ശരിയാ. എന്തായാലും നിങ്ങളുടെയൊക്കെ ആവശ്യം ഞാൻ മനസ്സിലാക്കുന്നു. നിങ്ങളുടെയൊക്കെ പ്രോത്സാഹനം ഉൾക്കൊണ്ടുകൊണ്ട് ഇന്ന് ഞാനൊരു കവിത എഴുതും. പ്ലീസ്, ഒറ്റ വാകൂട്ടാ, പ്ലീസ് പ്ലീസ്. എന്താ ശ്രീയേട്ടാ, ഇന്ന് മീൻ വെച്ചില്ലേ? കരിഞ്ഞു മണം. അയ്യോ, എന്താ ശ്രീയേട്ടാ ഇത് കരിഞ്ഞ്? ഒച്ച വെക്കില്ലേ. സോറി. ഞാനിങ്ങനെ മീൻകറി ഉണ്ടായിക്കൊണ്ടിരുന്നപ്പോ കവിത എഴുതി അതിൽ ലയിച്ചു പോയത് കൊണ്ട് അടി കരിഞ്ഞ് പുക മുകളിൽ വന്നപ്പോഴാണ് ഞാൻ അറിഞ്ഞത്. സോറി. അച്ഛന്റെ മോൾ ഇത് കഴിക്കൂട്ടാ. നീ ഒന്ന് കൊടുത്തു നോക്കി, അല്ലെങ്കിൽ പട്ടിണിയായി പോകും. നീ കൊടുത്താ കഴിക്കും. കൊടുത്തു നോക്ക്. മോളെ, പുളി തിരുമിയതുണ്ട്, നല്ല രുചിയുള്ള അച്ഛന്റെ കവിതയുണ്ട്. കവിതയും കൂട്ടി ഉരുട്ടി മൂക്ക് വായി വെച്ച് തരട്ടെ? എടീ കോപ്പേ, എന്റെ കവിതയെ കുറിച്ച് വല്ലതും പറഞ്ഞാണ്ടല്ലോ. പറയുന്ന കേട്ടതൊന്നും കവിത നിങ്ങളുടെ അമ്മായിയപ്പന്റെ മോളാണ്. അതേടി, നിനക്കൊന്നും എന്നെ വലിയ വിലയില്ല. അതേ, എന്നെ ഇങ്ങനെ കളിയാക്കാന്നല്ലാതെ എന്റെ ഏതെങ്കിലും ഒരു കവിത നീ വായിച്ചു നോക്കിയിട്ടുണ്ടോ? അതെങ്ങനെയാ? ഒരു കലാകാരനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ അംഗീകാരം കിട്ടുന്നത് സ്വന്തം വീട്ടിൽ നിന്ന്. ഇത് അതില്ല. ചങ്ങമ്പുഴ രമണം പിള്ളയ്ക്ക് പോലും അതായിരുന്നടി അവസ്ഥ. വെറും പച്ച പൈങ്കിളി അയച്ചു കൊടുത്ത മാ പ്രസിദ്ധീകരണത്തിൽ പോലും എടുക്കൂല. എടി, ഇന്ന് നിന്നെ ഹലോ, സുജയോ? ഉണ്ടല്ലോ. ആരാ?
സുജേ സുജേ എന്താ ശ്രീയേട്ടാ? ഫോൺ. ആരാ ശ്രീയേട്ടാ? ആരാ? നിന്റെ ഒരുപാട് കിന്നിരിക്കാനൊന്നും നിൽക്കണ്ട. ഹലോ. ഒരുപാട് കിന്നിരിക്കാനൊന്നും നിൽക്കണ്ട. ഹലോ. ആ ഞാനാടി ടോമി ഈപ്പൻ ദേവസി. അയ്യോ, ആരാ ഇത്? ടോമി ചായനോ? ഇത് എവിടുന്നാ? ദാ ഇവിടെ കാഞ്ഞിരപ്പള്ളിന്ന് തന്നെ ആന്നേ. ഒന്ന് പതുക്കെ പോടാ തെമ്മാടി. ഓ ഏത് പെണ്ണിനോടാ ഈ ലാത്തി? ലീനെ. ആ എടി എന്നാടി നീ നമ്മളെയൊക്കെ അങ്ങ് മറന്നായിരുന്നു? നിന്റെ ഈ നമ്പർ ഒന്ന് തപ്പിപ്പിടിക്കാൻ പെട്ട പാട്. ഉവ്വ് നിനക്ക് വല്യമ്മച്ച വെച്ചിട്ടുണ്ട്. അപ്പൊ നമ്മൾ എപ്പോഴാ കാണുന്നേ? ടോമി ചായോ എന്നോടാണോ? അല്ലായേ, ഈ ഫോണിൽ പറഞ്ഞതാന്നേ. എന്റെ ഈശോയെ, ഈ നാട്ടിലെ പെമ്പിള്ളേർക്ക് വേറെ പണിയില്ലായോ? അയ്യോ ഇതെന്നാ പറ്റി? ആ നല്ല മുടി എന്നാത്തിനാ മുറിച്ച് കളഞ്ഞേ? മുടിയോ? ഈ ടോമി ചായന് ഇതെന്നാ പറ്റി? ഹ, അത് ഇവിടെ പറഞ്ഞ കാടി നമ്മുടെ പണിക്കരടത്ത എൽസി ഇല്ലായോ അവരോട്. അപ്പൊ പഴയ സ്വഭാവം ഒന്നും മാറിയിട്ടില്ല അല്ലേ? എങ്ങനെ മാറാനാടി? ഞാൻ ഒന്നുമില്ലേലും ആ പഴയ കാഞ്ഞിരപ്പള്ളിക്കാരൻ അച്ചായനല്ലായോ? വെറുതെ കുടുംബക്കാരെ പറയിപ്പിക്കാത്തടാ തെമ്മാടി. ഇപ്പോഴും തന്നെ മഞ്ഞും കുളിരും നനുത്ത ഓർമ്മകളും കോണിയാക്കും. അതൊക്കെ തന്നെയല്ലേ? ആ ചിരിക്കുന്നു. മോളെന്നാ പറയുന്നു? ഓ, അവളും മിടിക്കായിട്ടിരിക്കുന്നു. ശരി, ഇടയ്ക്ക് വിളിക്കണേ. ഓ കഴിക്കേ. എന്തിനാ ഇങ്ങനെ നോക്കി പേടിപ്പിക്കുന്നേ? എത്ര നാള് കൂടിയിട്ടാ ടോമി ചായൻ വിളിക്കുന്നതെന്നറിയോ? ഏയ്, അവൻ നിന്നെ വിളിക്കുന്ന എനിക്ക് ഇഷ്ടമല്ല നിനക്ക് അറിഞ്ഞൂടെ? പിന്നെ എന്നെ ഭ്രാന്ത് പിടിപ്പിക്കാൻ തന്നെയല്ലേ പിന്നെ പിന്നെ നീ ഇങ്ങനെ സംസാരിക്കുന്നത്? ഓ എന്റെ ശ്രീയേട്ടാ, വളരെ മോശമാണ് കേട്ടോ ഇത്. കാലം എത്രയായി നമ്മുടെ കല്യാണം കഴിഞ്ഞിട്ട്? മോളുണ്ടായെന്ന് അറിഞ്ഞിട്ട് കൂടി എന്റെ വീട്ടുകാർ ആരെങ്കിലും ഒന്ന് വിളിക്കണ്ടോ? ആകെ ഞാൻ ജീവിച്ചിരിക്കണ്ടോന്ന് അറിയാൻ വിളിക്കുന്ന ആളാ ടോമി ചായൻ. ടോമി ചായനോട് ഞാൻ വിളിക്കണ്ടെന്ന് പറയണോ? വേണ്ടടി, പറയണ്ട, വിളിച്ചോട്ടെ. അവളുടെ ഒരു ടോമിച്ചായൻ. ഇങ്ങനാണെങ്കിൽ ഇനി ടോമി ചായൻ വിളിക്കുമ്പോ ഞാൻ ഇവിടെ ഇല്ലാന്ന് പറഞ്ഞേക്ക്. ഫോൺ തരണ്ട, പോരെ? ഏത് നേരത്താണാവോ ടോമി ചായൻ എന്നെ കല്യാണം കഴിക്കാൻ ആഗ്രഹമുണ്ടെന്ന് പറയാൻ തോന്നിയത്? എന്നാ പിന്നെ അവനെ തന്നെ കെട്ടായിരുന്നില്ലേ? മതിയായിരുന്നു. എന്ത്? ഓ, മനസമാധാനം പോയെന്ന് പറഞ്ഞതാ. മോളെ, അച്ഛനോട് പോയി കുളിക്കാൻ പറ. ആ ചൂടൊന്ന് ആറട്ടെ. അച്ഛൻ ഒന്ന് പോയി കുളിക്കച്ചാ, തണുക്കട്ടെ. നിന്റെ അമ്മയുടെ അച്ഛൻ ഇറക്കിട്ടോ. നിന്റെ തള്ളയോട് പറയടി. വാ പിള്ളേരെ വേഗം. ആരാ? ശ്രീകുമാറില്ലേ? ഉവ്, ഞങ്ങള് വടക്കും ഭാഗത്തുനിന്നാ. കുട്ടികളെ ശ്രീകുമാറിന്റെ അടുത്ത് ട്യൂഷനാക്കാൻ വന്നതാ. ട്യൂഷനോ? അതെ, ട്യൂഷൻ. കുട്ടികള് പാചകത്തിന് വളരെ മോശ. കെട്ടിച്ചുവിടാനുള്ളതല്ലേ, അതാ. അന്നെ വീട്ടിൽ ചെന്നൊന്നും വെക്കാൻ അറിയില്ലെന്ന് പറഞ്ഞാ അത് മോശാവൂലേ? അതുകൊണ്ടാ. കുടുംബശ്രീയിൽ വന്നപ്പോ ശ്രീകുമാറാ പറഞ്ഞത് 3 മാസം കൊണ്ട് എല്ലാം പഠിപ്പിക്കാന്ന്. അല്ല, അത് പിന്നെ വേറൊന്നുമില്ല, അവർക്കൊരു ഉപകാരവും എനിക്കൊരു ചെറിയ വരുമാനമാവില്ലെന്ന് വിചാരിച്ചിട്ടാ. നിങ്ങൾ ഇങ്ങോട്ടൊന്ന് വന്നേ. ഇപ്പൊ വരാട്ടോ. ഇവിടെ ചേച്ചിയുടെ ഭരണമെന്നാ തോന്നുന്നത്. എന്താ ഉദ്ദേശം? ഒന്നുമില്ല. വെറും 1 മാസം കൊണ്ട് എന്നെ പഠിപ്പിച്ചതാ ദാ ബാഗും തൂക്കി അവിടെ നിൽക്കുന്നത്. അയ്യേ, വെറുതെ മനുഷ്യരെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കല്ലേ? നീ എന്തൊക്കെ പറയും? എടിതേ നിങ്ങളൊന്നും മിണ്ടാതിരിക്കേ. മോള് വാ. ശ്രീയേട്ടൻ ട്യൂഷന് ഫീസൊന്നും വാങ്ങിക്കില്ല. പിന്നെ ഇവരുടെ കൂടെ ക്ലാസ്സില് നിങ്ങളും കൂടെ ഇരുന്നോളൂ. ആയിക്കോട്ടെ. നിങ്ങൾ കയറിയിരിക്കേ, ഞാൻ മോളെ വിട്ടിട്ട് വരാം. സുജയ, നിനക്ക് തെറ്റിദ്ധാരണയൊന്നും ഇല്ലല്ലോ അല്ലേ? അതിന് ഞാൻ ശ്രീകുമാർ അല്ലല്ലോ.
പാചകകലയിലെ ആദ്യ അക്ഷരമാണ് ചായ. ചായ എങ്ങനെ ഉണ്ടാക്കാന്നുള്ളതാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇതിന് വേണ്ടുന്ന കൂട്ട്: വെള്ളം, തേയില, പഞ്ചസാര, പാല്. ഓക്കെ, ആർക്കും സംശയമൊന്നുമില്ലല്ലോ? ഇല്ല മാഷെ. ഓക്കെ, ഇനി നമ്മൾ ഉണ്ടാക്കിയ ചായ നമ്മൾ തന്നെ ടേസ്റ്റ് ചെയ്യുന്നു. ഓരോന്ന് എടുത്തോളൂ. കുട്ടി ഒരെണ്ണം എടുത്തിട്ട് ഒരെണ്ണം അമ്മയ്ക്ക് കൊടുത്തോളൂ. വേഗം 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 വേഗം. എപ്പോഴും നമ്മൾ അടുക്കള വൃത്തിയായി സൂക്ഷിക്കണം. അതിനെന്താണ് വേണ്ടത്? നോക്കി നിൽക്കാതെ തുടക്കി കുട്ടി. ഇതാ ഇവിടേക്ക്. എവിടെ തുടങ്ങിയോ? വേഗം. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. നാളെ നമ്മൾ പഠിക്കാൻ പോണത് ചമ്മന്തി എങ്ങനെ അരയ്ക്കാന്നുള്ളതിനെ കുറിച്ചാ. ആർക്കൊക്കെ നന്നായിട്ട് അരയ്ക്കാൻ അറിയാം? നല്ല ബെസ്റ്റ് അരയായിരിക്കണം. അരയോ? ആരുടെ അരയുടെ കാര്യം നിങ്ങൾ പറയണേ? അയ്യേ, നീ ഉദ്ദേശിച്ച അരയല്ല. അര ചമ്മന്തി അര. ട്യൂഷൻ ക്ലാസ് കിടന്നോണ്ടിരിക്കടേ. എന്റെ ശ്രീയേട്ടാ, നിങ്ങൾ പത്രം ഒന്നും വായിക്കുന്നില്ലേ? നാട് മുഴുവനും സ്ത്രീപീഡന. ഈ അരയും തൊടയും പഠിപ്പിക്കാൻ നിന്ന് അവസാനം പെട്ടു പോയേക്കരുത്. ആ പിന്നെ ഞാൻ വിളിച്ചതേ, ഇന്ന് റോയിച്ചായന്റെ വീട്ടില് പാർട്ടിക്ക് പോണ്ടേ? ഓ, ഇന്നാണല്ലോ റോയിച്ചായന്റെ 25th വെഡിങ് ആനിവേഴ്സറി. ഞാനതങ്ങ് മറന്നുപോയി. നീ ബാങ്കിൽ നേരത്തെ വന്നാൽ മതി, നമുക്ക് ഒന്നിച്ചു പോവാം. ഓക്കെ. അപ്പൊ നമ്മൾ എവിടെയാ നിർത്തിയത്? ആ, ചമ്മന്തിയര. ഇന്നത്തെ ക്ലാസ് കഴിഞ്ഞു. പോയിക്കോ. താങ്ക് യു മോളെ, എല്ലാവർക്കും കൊടുക്കണം. വൺ സെക്കൻഡ്. റോയിച്ചായ കൈകൊണ്ട് തന്നെ 25ാം വിവാഹ വാർഷികത്തിന് എന്റെ എല്ലാവിധ ആശംസകളും. താങ്ക് യുടാ. പ്രിയമുള്ള സഹോദരി സഹോദരന്മാരെ, റോയിച്ചനും റോസമ്മയ്ക്കും ഇതുപോലെയുള്ള ഒരുപാട് വിവാഹ വാർഷികങ്ങൾ ആഘോഷിക്കാനുള്ള ആരോഗ്യവും ഐശ്വര്യവും ജഗദീശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഇവർക്ക് വേണ്ടി എഴുതി തയ്യാറാക്കിയ അവിയല് പോലൊരു ജീവിതം എന്ന കവിത ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഇവിടെ ആലപിക്കാൻ പോകുകയാണ്. മോളെ, അച്ഛൻ നമ്മുടെ മാനം കളയും. എങ്ങനെങ്കിലും ഒന്ന് തട്ടിപ്പറിക്കടാ. വേണ്ട മോനെ, ഞങ്ങൾ രണ്ടുപേരും കൂടെ മനസ്സിരുത്തി വിശദമായിട്ട് വായിച്ചോളാം. അല്ല, ഞാനാവുമ്പോ കുറച്ച് ഈണത്തില്. നീ പോയി 2 എണ്ണം പിടിപ്പിക്കടാ. വായിച്ചിട്ട് പിടിപ്പിക്കാം. പിടിപ്പിച്ചിട്ട് വായിക്കാന്ന്. അല്ല, അല്ല, നിങ്ങളൊക്കെ ഇവിടെ തന്നെ വെയിറ്റ് ചെയ്യേ. ഞാനിന്ന് നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡിഷ് പ്രിപ്പയർ ചെയ്യാം. ഒരു സാലഡ്. ഞാനൊന്ന് അടുക്കളയിലേക്ക് കേട്ടെ. നിനക്കതാ നല്ലത്, അല്ലാതെ കവിത ചൊല്ലലല്ല. ലക്ഷ്മി എടുത്ത് ഇങ്ങോട്ട് വന്നേ. ഇന്ന് ലക്ഷ്മി എടുത്തേക്ക് ഞാൻ ചിലത് സ്പെഷ്യലായിട്ട് പറഞ്ഞു കൊടുക്കും. ഇവൻ മനുഷ്യന്റെ മനസ്സമാനം കളയുമല്ലോ. അതെന്നെ കുറിപ്പിയട്ടെ. അതോ, ഇവൻ ഈ പെണ്ണുങ്ങൾ ചെയ്യുന്ന അടുക്കള ജോലിയൊക്കെ ചെയ്ത് വെറുതെ ആളാവുകയല്ലേ? 24 മണിക്കൂറും അവന്റെ കാര്യം പറയാനേ ലക്ഷ്മിക്ക് നേരമുള്ളൂ. അതൊക്കെ കളയന്റെ കുറിപ്പിയട്ടെ. നമുക്ക് പോയി 2 എണ്ണം പിടിപ്പിക്കാം. വേഗം ഒഴിക്കുമോനെ. താങ്ക് യു കുറിപ്പിയട്ടെ. ഈ ശ്രീകുമാറിനോട് എനിക്കൊരല്പ അസൂയ തോന്നാറുണ്ട്. 4-5 വർഷമായുള്ള അവൻ ഈ നാട്ടിൽ വന്നിട്ട്. പക്ഷേ അവനെ ഒരു വരുത്തനായിട്ട് കാണാൻ പറ്റുമോ? എല്ലാത്തിനും ഉണ്ടാവും അവൻ മുൻപന്തിയിൽ. വീട്ടുവേല മാത്രമേ ചെയ്യുന്നുള്ളെങ്കിലും എത്ര സന്തോഷത്തോടെയാണ് അവർ ജീവിക്കുന്നത്. മനപ്പൊരുത്തമാണ് എല്ലാത്തിലും വലുത്. അവൻ വലിയവനാ. 2 എണ്ണം അടിച്ചിട്ടേ അവനെ 4 കുറ്റം പറയാന്ന് വിചാരിച്ചാ ഞാൻ വന്നത്. അപ്പൊ താനും അവന്റെ സൈഡാ. അനുഭവിക്കോടോ, അനുഭവിക്കും. നിക്കടോ. പാഴായി പോകുന്നു ഈ ജീവിതം, പലകുറി അരിഞ്ഞരിഞ്ഞെന്നെ തള്ളുന്നു. പണത്തോളം കണ്ണിച്ചോരയില്ലാത്തവർ ഈ പാചകക്കാർ. എന്തിനാ നിങ്ങളിങ്ങനെ കരയുന്നത്? എന്റെ ഉള്ളിയുടെ ദുഃഖെന്നുള്ള കവിത കേട്ടിട്ടാ? ഓ, ഈ സവാള അരിയുമ്പോഴേ ഒരു മെഴുകുതിരി കത്തിച്ച് വെച്ചാൽ പിന്നെ കണ്ണിന് വെള്ളം വരില്ല. അതെയോ? എന്നാലും എന്റെ സുജേ, ഈ ശ്രീകുമാർ ഇതൊക്കെ എങ്ങനെ പഠിച്ചെന്നാ എനിക്ക് മനസ്സിലാവാത്തത്. അത് പിന്നെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ എന്തും പഠിച്ചു പോവില്ലേ? എന്നെ കൂടെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പഠിപ്പിച്ചു തന്നൂടെ? ശാരദയെടുത്തിയേ, ആ ചന്ദ്രനോട് ദുബായിന്ന് ഇടയ്ക്കിടയ്ക്ക് വന്ന് ഇവൾക്ക് എന്തെങ്കിലും പഠിപ്പിച്ചു കൊടുക്കാൻ പറ. എടാ ശ്രീകുമാറേ, ആ കുറിപ്പേട്ടിന് അടിച്ചടിച്ച് ഓഫായടാ. അതെയാ ചേച്ചി, കുറുപ്പേട്ടൻ ഔട്ടായിന്ന്. അല്ലെങ്കിലും തുടങ്ങുന്നതിന് മുമ്പ് എന്നും ഇന്റർവെല്ല, ഒന്നും പറയണ്ട. നീ ഒന്നിങ്ങി വന്നാ ലക്ഷ്മി എടുത്തേ, ഇതൊക്കെ ഒന്ന് നോയിക്കൊള്ളേ. നല്ല ചൂടൊന്ന് വീശി. അതെ, വീശണതൊക്കെ കൊള്ളാം. അവസാനം കുറുപ്പേട്ടനെ പോലെ ചീരവാടിയതുപോലെ ആവരുത്. തീയില് കുരുത്തത് ഒരു സ്മോളിലൊന്നും വാടില്ല മോളെ. എന്റെ കപ്പാസിറ്റി നിനക്ക് അറിഞ്ഞൂടാ.
അയ്യോ മഴ മഴ മഴ. നീയായിരുന്നു. നിനക്ക് പോവാറായോ? അയ്യോ ഇന്നലെ ഞാൻ ആകെ ഔട്ടായി പോയടി. ഇന്നലെ രാത്രി എന്താ അവിടെ കാട്ടിക്കൂട്ടിയെന്ന് വല്ല ഓർമ്മയുണ്ടോ റോയിച്ചായന്റെ വീട്ടില്? ആ അയാൾ വാള് വെക്കുന്നതിന് മുമ്പ് വീണത് നന്നായി. ശ്രീമാറെ, കഴിഞ്ഞ 25 വർഷമായിട്ട് ഞാനും എന്റെ റോസമ്മയും ഒരുമിച്ച്. നിനക്കറിയാവോ, ഞങ്ങള് തമ്മിൽ ഇന്ന് വരെ ഒരു സൗന്ദര്യപ്പിണക്കം പോലും ഉണ്ടായിട്ടില്ല. ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ആരുടെ ജീവിതത്തിലടാ ഉണ്ടാകത്തെ. പക്ഷേ ഞങ്ങളുടെ ഇടയിൽ അതുപോലും ഇല്ലടാ. റോയിച്ചായ, എന്താടാ? അഭിപ്രായ വ്യത്യാസം വേണം, വഴക്കുണ്ടാവണം, ആടി പിടി തമ്മി തല്ല്, എന്നാലല്ലേ ആ സ്നേഹത്തിന്റെ ഒരു വിലയേറിയൂ. അതെ, റോയിച്ചിനും റോസമ്മയും തമ്മില് ശരിക്കും സ്നേഹത്തെക്കാൾ ഉപരി ഒരു കോംപ്രമൈസ് അല്ലേ? എന്ത് കോംപ്രമൈസ്? അല്ല, റോയിച്ചിന് ഇന്നേ വരെ എന്തെങ്കിലും ഒരു രഹസ്യം റോസമ്മ മറച്ചു വെച്ചിട്ടുണ്ടോ? ഇല്ല. എനിക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. എന്തെങ്കിലും ഒന്നും ഉണ്ടോ? ഓർത്തു നോക്കി. അത് പിന്നെ കല്യാണത്തിന് മുമ്പ് ഞാൻ പഠിച്ചോണ്ടിരിക്കുമ്പോ എനിക്കൊരു കുട്ടിയായിട്ട് ചെറിയൊരു അടുപ്പം ഉണ്ടായിരുന്നു. ഓ, അതിപ്പോ എത്ര കാലായി. എന്തായാലും ഈ വിവരം റോസമ്മയ്ക്ക് അറിയാമോ? അതെന്തിനാടാ? അറിയണം റോയിച്ചായ, അറിയണം. അയ്യോ, ഇപ്പൊ ഞാനും സുജയും തമ്മില് ഇന്നേ വരെ ഒരു രഹസ്യവും ഞങ്ങൾ പരസ്പരം പറയാതിരുന്നിട്ടില്ല. 3 പഠിക്കുമ്പോ മാലു എനിക്ക് മുത്തം തന്നത്, 10 പഠിക്കുമ്പോ പാർവതി എന്നെ പട്ടീന്ന് വിളിച്ചത്, അങ്ങനെ എന്തെല്ലാം. അതാണ് റോയിച്ചായ സത്യസന്ധത എന്ന് പറയുന്നത്. അതൊക്കെ പോട്ടെ, അതൊരു പെണ്ണേരും പറയല്ലേ. അതിഞ്ഞു പോട്ടെ, ഒന്ന് പറയട്ടെ. ഒരു ചിഹ്നം പിന്നെ മഴയുള്ള ഒരു ദിവസം അവളിങ്ങനെ ബസ് സ്റ്റോപ്പിൽ നിൽക്കുക, ഞാൻ എന്റെ ബുള്ളറ്റേല്. പക്ഷെ ഈ വിവരം റോസമ്മ അറിയണം റോയിച്ചായ, അറിയണം. വേണോ? ഈ 25ാം വാർഷികത്തില് അച്ചായനെ കെട്ടിപ്പിടിച്ച റോസമ്മ ഒരു ഉമ്മ തരും. റോസമ്മ, റോസമ്മ, റോസമ്മയുടെ പ്ലീസ് റോസമ്മ, നിങ്ങളുടെ 25ാം വിവാഹ വാർഷികത്തിൽ എന്റെ റോയിച്ചായന് വേണ്ടിയിട്ട് ഞാൻ റോസമ്മയോട് ഒരു രഹസ്യം വെളിപ്പെടുത്താൻ പോകും. ചുമ്മാ എവിടെ എവിടെ ചെന്നാലും ദേ ഭരിക്കാൻ വരരുതേ, ഭരിക്കണ്ട. ഓക്കെ, കുക്കിംഗ് ക്ലാസ് കഴിഞ്ഞില്ലേ ശ്രീയേട്ടാ? നിന്നോട് എത്ര പ്രാവശ്യം പറഞ്ഞിരിക്കുന്നു സുജയില്ലാത്തപ്പോ ഇങ്ങോട്ട് വരരുതെന്ന്. വെറുതെ ആളുകളെ കൊണ്ട് ഓരോന്ന് പറയിക്കാൻ. അല്ല, എനിക്ക് അറിയാൻ പാടില്ലാത്തോണ്ട് ചോദിക്കാം. ഇങ്ങേരി അപ്പുറത്തിരിക്കുന്ന പ്രായപൂർത്തിയാവാത്ത പെമ്പിള്ളേർക്ക് മാത്രമേ ക്ലാസ് എടുക്കത്തുള്ളൂ. ആർക്ക് ക്ലാസ് എടുക്കുന്നത് തീരുമാനിക്കുന്നതേ ഞാനാ. വന്നേക്കണവള് വെറുതെ വായിട്ട് അലക്കാതെ നിന്റെ പാട് നോക്കി പോടി. ആവശ്യക്കാരനല്ലേ, ഒന്ന് സഹായിക്കാന്ന് വെച്ചു. വേണ്ട വേണ്ട, എന്റെ പട്ടി വരും ഇനി. എന്തായി പരിപ്പ് വെന്തോ? എങ്കി പിന്നെ നോക്കി നിൽക്കാതെ സാമ്പാറിനുള്ള കഷ്ണങ്ങളൊക്കെ എടുത്തിടൂ കുട്ടി. ഇപ്പൊ നിങ്ങൾക്ക് മനസ്സിലായോ സാമ്പാർ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന്? ഒന്നുകൂടി പറഞ്ഞുതരാം. തക്കാളി, വെണ്ടയ്ക്ക, ഉരുളക്കിഴങ്ങ്, ക്യാരറ്റ്, മുളക്, സവാള, മല്ലിയില, മുരിങ്ങയ്ക്ക. ഇങ്ങോട്ട് വാടാ, ധൈര്യം വേണം. ഇനി ഇവിടുന്ന് കേട്ടോ, അങ്ങോട്ട് ഒരിക്കലും ഇങ്ങോട്ട് വരാം. കണ്ടളിയാ, മുട്ടി നോക്കാം. മുട്ടാതെ കിട്ടിക്കോളും. ട്യൂഷൻ കഴിഞ്ഞോ? ഇല്ല, ഹിന്ദി. പിന്നെ വായിനോട്ട് ഇപ്പൊ ഇങ്ങോട്ടേക്ക് ആക്കിയോ? അതല്ല, ഒരു കാര്യം പറയണ്ടായിരുന്നു. എന്ത് രമേശ? 2 ദിവസമായിട്ടൊന്ന് കാണണമെന്ന് വിചാരിക്കണം. ഞങ്ങക്കേ ഈ പാചകം പഠിച്ചാൽ കൊള്ളാന്നുണ്ടായിരുന്നു. ആക്കണോ? അയ്യോ സത്യം, ഒരു കൈത്തൊള്ളറിഞ്ഞിരിക്കുന്ന നല്ലാണല്ലോ. മാത്രല്ല ഇപ്പൊ ആണുങ്ങൾ പാചകം ചെയ്യുന്ന ഒരു ഫാഷനല്ലേ? പക്ഷേ ഇവിടെ സീറ്റ് കുറവാ. വലിയ വലിയ കോഴ്സുകൾക്ക് സീറ്റ് കുറവാണെന്ന് അറിയാം. ഞാൻ ഉദ്ദേശിച്ച അതല്ലേ, ഇവിടെ നിങ്ങൾക്ക് ഇരിക്കാനുള്ള കസേരയില്ലെന്ന്. സാരില്ല, ഞങ്ങള് തറയിലാണെങ്കിലും ഇരിക്കും. ആണോ? പക്ഷേ ഇവിടെ ഫീസ് അല്പം കൂടും. ഒരു കുഴപ്പമില്ല, എത്ര വെച്ച് തന്നേക്കാം. ശരി, എന്നാ കയറിയിരുന്നോ. ഇനി നമുക്ക് വേവ് നോക്കാം. സീറ്റ് ഇപ്പൊ പ്രശ്നമല്ല. അയ്യോ, അത് എന്റെ സീറ്റാ. ഓ, ഇത് കുട്ടിയുടെ സീറ്റാണ്. സോറി കേട്ടോ. സിലബസ് ടഫാണോ? ഈസിയാ. എന്നാലും കമ്പൈൻ സ്റ്റഡി വേണ്ടി വരും അല്ലേ? രമേശ്, അപ്പൊ ഇതായിരുന്നു ഉദ്ദേശം അല്ല? ഇവിടെ കിടന്ന് കന്നന്തിരിവ് കാണിച്ചോണ്ടല്ലോ, 2 എണ്ണത്തിന് നല്ല പെടന്ന് ഞാൻ പറഞ്ഞേക്കും. ഞാനിനി നന്നായിട്ട് പഠിച്ചോളാം ടീച്ചർ. ഓർമ്മയുണ്ടല്ലോ. കുട്ടി, ഉപ്പ് നോക്കൂ. ശ്രീയേട്ടാ, ഈ സാരി ഒന്ന് തേച്ചു തരൂലോ?
പിന്നെന്താ, നിന്റെ പല്ല് വരെ ഞാൻ ലഡി തേച്ചിരുന്നു. ഇങ്ങോട്ടോ. നാളെ ഓഫീസിൽ ഓഡിറ്റിംഗ് ഉള്ളതാ. ഏയ് നിക്ക് 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 നിക്ക്. നാളെ നീ ലീവല്ലേ? നാളെ മോളുടെ ഡാൻസ് ഉള്ളല്ലേ സ്കൂളില്, നമുക്ക് ഒന്നിച്ച് പോണ്ടേ? അത് ശ്രീയേട്ടനങ്ങ് കൊണ്ടുപോയാ മതി. അമ്മ വന്നില്ലെങ്കിൽ ഞാൻ ഡാൻസ് കളിക്കില്ല. ശ്രീകുട്ടി, ആവശ്യമില്ലാതെ വാശി പിടിക്കരുത്. അമ്മയ്ക്ക് നാളെ ഓഡിറ്റിംഗ് ഉണ്ട്, പോയേ പറ്റുമോളെ. സുജ, ഒരു ദിവസം ലീവ് എടുത്തു വെച്ച് നിന്റെ ബാങ്ക് പൊളിഞ്ഞൊന്നും പോയില്ലോ. നാളെ നമ്മൾ ഒരുമിച്ച് പോകുന്നു. അയ്യോ നടക്കില്ല ശ്രീയേട്ടാ. ഞാനും ഡാൻസ് കളിക്കില്ല. നിന്റെ അമ്മയോട് പോയി പണി നോക്കാൻ പറയടി പോത്ത്. നാളെ നമ്മൾ ഒരുമിച്ച് പോകുന്നു. മോൾക്ക് അച്ഛൻ മേക്കപ്പ് ഇട്ട് തരും. മോള് വാ, ഡ്രസ് മാറ്റണ്ടേ? ഇവിടെ ചെയ്യും. അച്ഛാ, എനിക്ക് ഇന്നത്തെ ഡാൻസിന് പ്രൈസ് കിട്ടുമോ? എന്റെ മോള് നന്നായിട്ട് കളിച്ച മോൾക്ക് തന്നെ കിട്ടും. നീ അങ്ങോട്ട് എന്നേ. ഹലോ, എത്ര നേരം മേക്കപ്പ് ചെയ്യുന്നു? ഈ കുട്ടി ഡാൻസിനാണോ അതോ ഫാൻസി ഡ്രസ്സിനാണോ? അയ്യോ, ഡാൻസിന്. നാടോടി നൃത്തം, ചണ്ടാല കുലത്തിലെ പെണ്ണ്. താനൊന്ന് പുറത്തേക്ക് നിന്നേ. എന്തിന്? ഡ്രസ് മാറണം. മാറിക്കോ. തന്നോടല്ലേ പുറത്തേക്ക് നിൽക്കാൻ പറഞ്ഞേ? അതിന് ഡ്രസ് മാറുന്നത് അമ്മയാണോ മോളാണോ? താൻ കൂടുതൽ വർത്താനൊന്നും പറയണ്ട, പുറത്തേക്ക് നിന്നാ മതി. എന്റെ പൊന്നോ, പോയേക്കാമേ. വാ മോളെ, നമുക്ക് ആ റോഡിലും കാണിച്ച് നിന്ന് മേക്കപ്പ് ചെയ്യാം. വാ. ഓ, എന്റെ ട്രീസേ എവിടെ നിന്ന് കിട്ടിയ സാധനത്തിന്? ഈ കുട്ടിക്കാ ഡാൻസിന് എപ്പോഴും ഫസ്റ്റ്. ആണോ? മോള് ഇവിടെ തന്നെ നിൽക്കണേ, അച്ഛനിപ്പോ വരാം. നമസ്കാരം. ആ കളിക്കുന്നത് എന്റെ മോളാ ദിവ്യ. നന്നായിട്ട് ഡാൻസ് ചെയ്യും. സാറൊന്ന് അറിഞ്ഞ് മാർക്കറ്റ് പ്രോത്സാഹിപ്പിച്ച പുറത്ത് വരുമ്പോ ഞാൻ കണ്ടോളാം. സോറി സോറി സോറി. ലാസ്റ്റ് കണ്ടസ്റ്റന്റ് ശ്രീകുട്ടി ശ്രീകുമാർ. പുണ്യം പൂക്കുന്ന ഗംഗാതടത്തവിടെ ശ്മശാനഘട്ടം കാളിഘട്ടം. ആത്മാവുപേക്ഷിച്ച ജഡങ്ങൾ മറവ് ചെയ്യും കണ്ടാല കുലത്തിലെ പെണ്ണ്. ഞാൻ ഗംഗാദാസന്റെ മോള്. ഫസ്റ്റ് പ്രൈസ് ഈ കുട്ടിക്ക് കൊടുക്കാം. ഇതിനു മുമ്പ് വന്ന കുട്ടിയുടെ തന്ത എനിക്ക് കൈക്കൂലി ഓഫർ ചെയ്തതാ. ഇതൊന്നും നമുക്ക് പ്രോത്സാഹിപ്പിക്കാൻ പറ്റില്ല. ഇന്ന് നിന്റെ അമ്മയൊന്ന് ഞെട്ടും. ഈ കപ്പും പൊക്കി പിടിച്ചോണ്ട് ബാങ്കിലെ ആൾക്കാരോട് തള്ളാൻ പോകുന്നൊരു തള്ളൽ എന്റെ അമ്മോ. അവിടെ ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാലേ മോളെ ഡാൻസ് പഠിപ്പിക്കുന്ന അച്ഛനാന്ന് പറഞ്ഞേക്കണേ. ഇതെങ്ങനെ എനിക്ക് കിട്ടി? അതോ ഇനി അവർക്ക് ആള് മാറിപ്പോയതാണോ? എടി തലക്കെട്ടിയ ഒരു കിഴക്കുന്നുണ്ടല്ലോ, ഇത് തന്നെ മേടിച്ചെടുക്കാൻ ഞാൻ പെട്ട പാട് എനിക്കറിയൂ. അതൊന്ന് നല്ലോണം പൊക്കി പിടിക്ക്, 4 പേര് കാണട്ടടി.